വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിന് മുകളിലൂടെ 3 തവണ ഡ്രോൺ പറന്നു. റീൽ ചിത്രീകരണമായിരിക്കാമെന്നാണ് പ്രാഥമിക വിവരം. ഡ്രോൺ പറത്തിയ ആളെ കണ്ടെത്താനായിട്ടില്ല. വിയ്യൂർ പോലീസും സംസ്ഥാന ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, റീൽ ചിത്രീകരണം എന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ പോലീസ്? മാധു, ഇതൊരു റീൽ ചിത്രീകരണമാണ് എന്ന തരത്തിലൊരു തള്ളിക്കളയാനാകുന്ന സംഭവമല്ല നടന്നിരിക്കുന്നത്. രാത്രി 1 മണിക്കും 1:30ക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു ഡ്രോൺ പറന്നിരിക്കുന്നത്. മറ്റേതെങ്കിലും സ്ഥലത്തല്ല, അതീവ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിന് മുകളിലാണ് ഇങ്ങനെ ഈ ഡ്രോൺ പറന്നിരിക്കുന്നത്. കൊടും കുറ്റവാളികളടക്കം പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിൽ ഈ സ്ഥലത്താണ് 3 തവണ രാത്രി 1 മണിക്കും 1:30ക്കും ഇടയിൽ ഡ്രോൺ വട്ടമിട്ട് പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇതുവരെയും ആരാണ് ഡ്രോൺ പറത്തിയത് എന്നും എവിടെ നിന്നാണ് ഈ ഡ്രോൺ വന്നത് എന്ന കാര്യത്തിലും ഒരു കണ്ടെത്തലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും വിയ്യൂർ പോലീസും സംസ്ഥാന ഇന്റലിജൻസും ഈ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിയ്യൂരിലെ അതീവ സുരക്ഷയുള്ള ജയിലിന് മുകളിലാണ് അർദ്ധരാത്രി ഇങ്ങനെ 3 തവണ ഡ്രോൺ വട്ടമിട്ട് പറക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ഈ ഡ്രോൺ പറത്തിയത് എന്ന കാര്യത്തിൽ ഒരു കണ്ടെത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു പ്രാഥമിക നിഗമനം എന്നോണം പോലീസ് പറയുന്നത് ഒരു റീൽ ചിത്രീകരണമാകാമെന്നാണ്. പക്ഷേ രാത്രി ഇങ്ങനെ ഒരു റീൽ ചിത്രീകരണം ജയിലിന് മുകളിൽ നടക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും വലിയ പരിശോധനകൾ അന്വേഷണങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാന ഇന്റലിജൻസും വിയ്യൂർ പോലീസും ഒരേപോലെ ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വിയ്യൂരിലെ അതീവ സുരക്ഷയുള്ള ജയിലിന് മുകളിൽ ഇങ്ങനെ 3 തവണ ഡ്രോൺ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡ്രോൺ നിരോധിത മേഖലയാണ്. 3 തവണ ഡ്രോൺ ജയിലിന് മുകളിലൂടെ പറന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു റീൽ ചിത്രീകരണമാണ് എന്നൊരു വിചാരമുണ്ട്. പക്ഷേ അതിൽ സുരക്ഷാ ലംഘനമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലാണ് പോലീസ്.